ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു തീയൽ വെക്കാൻ പോവാണ്, ഉള്ളിത്തീയൽ. അപ്പം ഇന്ന് ഇങ്ങനെ പതിവ് എന്തെങ്കിലും വെക്കണമല്ലോ എല്ലാ ദിവസവും. അപ്പോൾ ഇന്ന് തീയൽ വെക്കാൻ നേരം ഞാൻ ഓർത്തു എങ്കിലൊരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന്. അപ്പം നമ്മൾ ഗ്യാസിൽ മൺചട്ടിയൊക്കെ വെച്ച് തീയൽ വെക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, മുളകിട്ടു, ഇത്ര സാധനങ്ങൾ. അപ്പം ഞാൻ കുറച്ച് പടവലങ്ങ ഉണ്ടായിരുന്നു, പടവലങ്ങ കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ കടുപൊട്ടി, വറ്റൽമുളകിട്ടു, വറ്റൽമുളകിട്ടു, കറിവേപ്പില ഇട്ടു. അപ്പം പെട്ടെന്ന് ചൂടാകുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉള്ളി എടുത്തിട്ടു. തേങ്ങ വറക്കുന്ന കാര്യം മറന്നു. അപ്പം അതിൻ്റെ കടിപിടി സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ തേങ്ങ വറുത്തിട്ട് ഇടാൻ പോവുകയാണേ. കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. മൊത്തം എണ്ണ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ എല്ലാവരും എണ്ണയും എന്താ പറയുക, ഡയറ്റല്ലേ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത് വറുത്തെടുത്തിട്ട് നമുക്ക് നേരെ തീയലിനകത്തോട്ടിട്ട് ചട്ടിക്കകത്തോട്ടിട്ട് പിന്നെ കുറച്ച് 2-3 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. അത് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലിട്ടിടുക. അതൊരു 5 മിനിറ്റ് ഇങ്ങനെ വാടാൻ വെച്ചതിന് ശേഷം നല്ല വെന്ത് കുഴഞ്ഞിങ്ങനെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പൊടി എല്ലാം ഇടാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. അപ്പോൾ ഇത്രയായിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, തേങ്ങ വറക്കാൻ മറന്നുപോയി. എല്ലാം മറവിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തേങ്ങ വറക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോയി തേങ്ങ തിരുമ്മി റെഡി ആയിക്കൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ തേങ്ങ നേരെ തിരുമ്മി അടുപ്പിൽ വെച്ചിട്ട് പകുതി ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് അത് മിക്സിയിൽ അടിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വീണ്ടും വറുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ഒരേപോലെ എല്ലായിടത്തും നല്ല വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ അരച്ചെടുത്ത് നേരെ ഉള്ളിയിലോട്ട് ചേർക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ തീയൽ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.